Module 3 Part 4 ആണ്. What is the diameter of the circle if area of the circle is 706.5 centimeter square? ഡയമീറ്റർ ഓഫ് ദി സർക്കിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സർക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. സർക്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. എത്രയാണ്? 706.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ അല്ലെന്നുണ്ടെങ്കിൽ π/4 d സ്ക്വയർ. നമുക്ക് പൈ ആർ സ്ക്വയർ വെച്ച് ചെയ്യാം. പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നതാണ് 706.5 എന്ന് തന്നിട്ടുള്ളത് അല്ലേ. എന്താ വേണ്ടത്? ഡയമീറ്ററാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 6 കണ്ടുപിടിച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കാം അല്ലേ. ഡയമീറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം? ഡയമീറ്ററിൻ്റെ പകുതിയാണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ്. അപ്പോൾ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ് ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പോൾ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 70.6 ഡിവൈഡഡ് ബൈ പൈ എന്ന് വരും. 70.6.5 ഡിവൈഡഡ് ബൈ 3.14. ശരിയല്ലേ? എത്ര വരുന്നു? 225 എന്ന് പറഞ്ഞു വരും. എത്രയാണ്? 225. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു റൂട്ട് 225. അതായത് റൂട്ട് 225 എന്ന് പറഞ്ഞാൽ 15 സെൻറ്റിമീറ്റർ ആണ്. നമുക്ക് വേണ്ട ഡയമീറ്റർ അല്ലേ. സോ ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആർ. 15 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ നമ്പർ ഡി. ഓപ്ഷൻ നമ്പർ സി. ഓപ്ഷൻ നമ്പർ സി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ ഇഫ് സർക്കംഫറൻസ് ഈസ് 31.4? സർക്കംഫറൻസ് എത്രയാണ്? 31.4. നമുക്കറിയാം ഡയമീറ്റർ കണ്ടുപിടിക്കുക. സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ പെരിമീറ്റർ ഓഫ് സർക്കിൾ തന്നിട്ടുണ്ട്. എത്രയാണ്? 31.4. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2πr ആയിരുന്നു അല്ലേ. അപ്പോൾ 2πr ആണ് നമുക്ക് 31.4 തന്നിട്ടുള്ളത്. ആർ ഈസ് ഈക്വൽ ടു 31.4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14. ശരിയല്ലേ? ഈ 3.14ഉം 31.4ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 10 വരും. 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 5 വരും. 5 സെൻറ്റിമീറ്ററാണ് ഇവിടുത്തെ റേഡിയസ്. നമുക്ക് വേണ്ടത് ഇവിടെ എന്താണ്? ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു റേഡിയസ് ആണ് അല്ലേ. ഇപ്പോൾ 5 ഇൻറ്റു 2 ആയ 10 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഡയമീറ്റർ. ഓപ്ഷൻ നമ്പർ ബി. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ലാമിന? ഇതാണ് ലാമിന അല്ലേ. അതായത് നമ്മൾ ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. നമുക്ക് ഇതെന്തായി? ഒരു റെക്റ്റാങ്കിളായി അല്ലേ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 1. ഇതൊരു സെക്ടർ അല്ലേ. അതിൻ്റെ ഏരിയ 2. അപ്പോൾ ബാക്കി വരുന്ന പോർഷനാണിത്, ഏരിയ 3. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെയാണ്. ഏരിയ 3 എന്ന് പറഞ്ഞാൽ ഏരിയ 1 മൈനസ് ഏരിയ 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ 1 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഒരു റെക്റ്റാങ്കിളാണ്. ശരിയല്ലേ? അതായത് 36 ഇൻറ്റു 48. 36 ഇൻറ്റു 48. 48ഉം 36ഉം നമ്മൾ നോക്കാം. 8 4 24 4 28 ദെൻ 1 4 4 എന്ന് പറയും. 8 2 7 1 1 7 2 8 അല്ലേ. ദെൻ അടുത്ത ഏരിയ 2. ഏരിയ 2 എന്ന് പറയുമ്പോൾ ഈ സെക്ടറാണ്. സെക്ടറിൻ്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പൈ ആർ സ്ക്വയർ ബൈ 4 ചെയ്താൽ പോരെ. ശരിയല്ലേ? അതായത് പൈക്ക് വരെ നമുക്ക് 22/7 ഇൻറ്റു ആർ എന്ന് പറയുന്നത് 18 ഇൻറ്റു 18 ആയിട്ട് കൊടുക്കാം. ഓക്കെ. ഡിവൈഡഡ് ബൈ 4. 4 2 9 ദെൻ 2ഉം 22ഉം കൂടെ 11. നമുക്ക് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടുന്നു? 254.5 എന്ന് പറഞ്ഞു വരും. 254.5. നമുക്ക് എന്താ വേണ്ടത്? ഏരിയ 3 ആണ്, ബാക്കിയുള്ളതാണ്. അതായത് ഏരിയ 1 മൈനസ് ഏരിയ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ 3 കിട്ടും. ഏരിയ 1 എത്രയാണ്? 1728 മൈനസ് 254.5
നമ്മുടെ ആൻസർ എത്ര വരുന്നു? 1473.5 എന്ന് പറഞ്ഞു. ഓപ്ഷൻ നമ്പർ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഇറഗുലർ ലാമിന? ഇതാണ് നമ്മുടെ ഇറഗുലർ ലാമിന. അപ്പോൾ ആദ്യം ഈ ഒരു റെക്റ്റാങ്കിളിനെ നമുക്ക് ഏരിയ 1 ആയിട്ട് കൺസിഡർ ചെയ്യാം, ഈ സർക്കിളിനെ ഏരിയ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം, ബാക്കിയുള്ള പോർഷനെ ഏരിയ 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. അതായത് ഏരിയ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡഡ് പോർഷൻ, ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഈ ഹോളും കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഏരിയ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളാണല്ലേ. ഏരിയ 1 എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളാണ്. 50 സെൻറ്റിമീറ്റർ ഇൻറ്റു 12 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. 12 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 600 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ദെൻ ഏരിയ 2 എന്ന് പറയുമ്പോൾ അതെന്താണ്? ഒരു സർക്കിളാണ്. പൈ ആർ സ്ക്വയർ ചെയ്തായി 5/8 എന്നാണ് വന്നേക്കണം. 5 എന്ന് പറയുമ്പോൾ ഡയമീറ്റർ ആണ് ഇവിടെ 8 സെൻറ്റിമീറ്റർ വന്നിട്ടുള്ളത്. അപ്പോൾ റേഡിയസ് എത്രയായിരിക്കും? 4 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പോൾ 3.14 ഇൻറ്റു 4 സ്ക്വയർ, ശരിയല്ലേ? 3.14 ഇൻറ്റു 4 സ്ക്വയർ, 3.14 ഇൻറ്റു 16 എന്ന് പറഞ്ഞു വരും. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് 50.24. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഏരിയ 3 ആണ്. ഏരിയ 3 എന്ന് പറയുമ്പോൾ 1 - 2 ചെയ്യുക, അതായത് 600 - 50.24. സോ ദ ആൻസർ ഈസ് എത്ര വരുന്നു? 549.76 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരുന്നു. 549.76, ഓപ്ഷൻ നമ്പർ ബി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ലാമിന? ഇതാണ് നമ്മുടെ ഏരിയ. അതിൽ ഈ റെക്റ്റാങ്കിളിനെ നമുക്ക് ഒന്നാമത്തെ ബോഡിയായിട്ട് കൺസിഡർ ചെയ്യാം, ഈ ട്രയാങ്കിളിനെ രണ്ടാമത്തെ ബോഡിയായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഏരിയ 1 എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിളാണ്. 15 സെൻറ്റിമീറ്റർ ഇൻറ്റു 5 സെൻറ്റിമീറ്റർ, ശരിയല്ലേ? 15 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നു? 75 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരുന്നു. ഓക്കെ, ദെൻ ഏരിയ 2 എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ട്രയാങ്കിളാണ്, ശരിയല്ലേ? അതായത് ഹാഫ് BH ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 15. എച്ച് എത്രയാണ്? ഇത് മുതൽ ഇതുവരെ ടോട്ടൽ 12 ഉണ്ട്, ഇത് 5 ഉണ്ട്. അപ്പോൾ ബാലൻസ് എത്രയായിരിക്കും? 7 ആയിരിക്കും. 15 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2, അതായത് 105 ഡിവൈഡഡ് ബൈ 2, അതായത് 52.5. ടോട്ടൽ ഏരിയ എന്ന് പറയുമ്പോൾ 1 + 2 ചെയ്താൽ പോരെ, അതായത് 75ഉം 52.5. ടോട്ടൽ നമുക്കൊരു 127.5 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. 127.5 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഇറഗുലർ സർഫസ്? ഇറഗുലർ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് അല്ലേ. അതായത് നമുക്ക് ഈ സർഫസിൻ്റെ ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് 45 ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര വരും? മൊത്തത്തിൽ 360 ആണ്. അതിൽ നിന്ന് 45 പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര വരും? 315. അപ്പോൾ 315ൻ്റെ ഒരു സെക്ടറിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ പോരെ. ഓക്കെ, അതായത് അപ്പോൾ ഏരിയ ഓഫ് എ സെക്ടർ, ഏരിയ ഓഫ് എ സെക്ടർ എന്ന് പറയുമ്പോൾ ഈ 315 ഡിഗ്രി വരുന്ന സെക്ടർ അല്ലേ. അതെന്താണ് ഇക്വേഷൻ? അപ്പോൾ പൈ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ബൈ 360. പൈ ഇൻറ്റു ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? ഇവിടുത്തെ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട് 600 mm സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്, 100 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 100 സ്ക്വയർ ഇൻറ്റു തീറ്റ 315 ഡിവൈഡഡ് ബൈ 360. ഓക്കെ, പൈയുടെ വാല്യൂ 3.14 ഇൻറ്റു 100 ഇൻറ്റു 100 ഇൻറ്റു 315 ബൈ 360. 3.14 ഇൻറ്റു 100 എന്തായി? 314 ഇൻറ്റു 100 ഇൻറ്റു 315 ബൈ 360. ഈ 0 ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ 27475 എന്ന് പറയും. 27475 mm സ്ക്വയർ, ഓപ്ഷൻ നമ്പർ എ. ഓക്കെ, നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 27475 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഹൂസ് OD ഈസ് ഈക്വൽ ടു 38 ആൻഡ് ID ഈസ് ഈക്വൽ ടു 32? OD എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ അല്ലേ. ഔട്ടർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഔട്ടർ ഡയമീറ്റർ, ഈ ഔട്ടർ സർക്കിളിൻ്റെ ഡയമീറ്റർ. ഇന്നർ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ ഇന്നർ സർക്കിളിൻ്റെ, അതായത് ഇത് മുതൽ ഇതുവരെ. അപ്പോൾ കണ്ടുപിടിക്കേണ്ട ഷെയ്ഡഡ് പോർഷൻ്റെയാണ്, അതായത് ഈ ഒരു റിങ്ങിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കിയേ, ഈ ഔട്ടർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം
ഇന്നർ സർക്കിളിൻ്റെ ഏരിയയോടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടൂലേ? ശരിയല്ലേ? അതായത് ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ? പൈ r0² എന്ന് കൊടുക്കാം. r0 ഔട്ടർ ആയതുകൊണ്ട് നമുക്ക് r0² എന്ന് കൊടുക്കാം. ഏരിയ ഓഫ് ഇന്നർ സർക്കിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൈ ri² എന്ന് കൊടുക്കാം. ഇന്നർ ആയതുകൊണ്ട് ri² എന്ന് കൊടുക്കാം. നമുക്ക് വേണ്ടത് ഈ ഒരു ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ്. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ്. അതായത് ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ മൈനസ് എന്ത് ചെയ്താൽ മതി? ഏരിയ ഓഫ് ഇന്നർ സർക്കിൾ ചെയ്താൽ മതി അല്ലേ? ഏരിയ ഓഫ് ഔട്ടർ സർക്കിൾ എന്താണ്? പൈ r0² മൈനസ് ഇന്നർ സർക്കിൾ പൈ ri². നമുക്ക് ഇതിന് രണ്ട് കോമൺ ആയിട്ടുള്ളത് പൈ അല്ലേ? അതിനെ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു r0² മൈനസ് ri². മനസ്സിലായോ? നമുക്കിവിടെ തന്നിട്ടുള്ള രണ്ടിൻ്റെയും ഡയമീറ്ററാണ്. ഓക്കെ, OD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OD എന്ന് പറഞ്ഞാൽ 38 അപ്പോൾ അതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? r0 എത്രയായിരിക്കും? 19 ആയിരിക്കും. ഓക്കെ, ഇനി അതുപോലെ ID എന്ന് പറയുന്നത് 32 അപ്പോൾ അവിടുത്തെ റേഡിയസ് എത്രയായിരിക്കും? RI എന്ന് പറയുന്നത് 16 ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പൈ ഇൻറ്റു r0ക്ക് വരെ എന്ത് കൊടുക്കാം? 19² മൈനസ് RIക്ക് വരെ എന്ത് കൊടുക്കാം? 16². ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. പൈ ഇൻറ്റു 19² എന്ന് പറയുമ്പോൾ 361, 16² എന്ന് പറയുമ്പോൾ 256. അതായത് നമുക്ക് എത്ര വരുന്നു? 3.14 ഇൻറ്റു 3.14 ഇൻറ്റു ഇത് എത്ര വരും നമുക്ക്? 361ഉം 256ഉം 11 വരുമ്പോൾ 5 then 0 then 105 അല്ലേ? ഓക്കെ, സോ ദ ആൻസർ ഈസ് 329.7. ഓപ്ഷൻ നമ്പർ ബി 329.7. Okay. Next question, what is the area of the irregular surface whose equilateral triangle is 20 mm? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് എന്ന് പറയുമ്പോൾ ഇത് 20 ആണ്, ഇത് 20 ആണ്, ഇത് 20 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക, അത് 1. അതിനുശേഷം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക 2. 1ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ ഏരിയ 3 കിട്ടും. ഓക്കെ, നമ്മൾ നോർമലി കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെയാണ്. ഏരിയ 1 എന്ന് പറയുമ്പോൾ ഒരു റെക്റ്റാങ്കിളാണ്. അതായത് 80 ഇൻറ്റു 40 എത്ര വരുന്നു? 3200 mm² എന്ന് പറഞ്ഞു വരുന്നു അല്ലേ? ഏരിയ 2 എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ്. ഓക്കെ, അതായത് 20 എല്ലാം 20 സൈഡ്. അപ്പോൾ എന്താണ് ഇക്വേഷൻ? √3a²/4 ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ അല്ലേ? അപ്പോൾ √3 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ്? 20² ഡിവൈഡഡ് ബൈ 4. √3 ഇൻറ്റു 20² എന്ന് പറയുമ്പോൾ 400 ഡിവൈഡഡ് ബൈ 4. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു 100 എന്ന് വന്നു. √3യുടെ വാല്യൂ 1.73 ഇൻറ്റു 100 എത്ര വരുന്നു? 173 mm² എന്ന് പറഞ്ഞു വന്നു. ഓക്കെ, നമുക്ക് വേണ്ടത് ഏരിയ 3 ആണ്. അതായത് ഏരിയ 1ൽ നിന്ന് ഏരിയ 2 കുറയ്ക്കുക. ഏരിയ 1 എത്രയായിരുന്നു? 3200ൽ നിന്ന് 173 കുറയ്ക്കുക. എത്ര വരുന്നു? 3027 ആണ് ആൻസർ. 3027 mm². അതായത് ഓപ്ഷൻ നമ്പർ സി. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഹൂസ് സ്ക്വയർ സൈസ് 300 mm? ഓക്കെ, സ്ക്വയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 300 mm വരുന്ന സ്ക്വയറാണ് അല്ലേ? ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ 300 mm വരുന്ന സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് 1 എന്ന് വിളിക്കാം. ഈ വരുന്ന ഒരു ക്വാർട്ടർ പോർഷൻ അല്ലേ, ഒരു സെക്ടർ അല്ലേ, ക്വാർട്ടർ പോർഷൻ അല്ലേ, അതായത് ഒരു സർക്കിളിൻ്റെ 4 ഭാഗമല്ലേ, ഇത് ഏരിയ 2 എന്ന് വിളിക്കാം, ഇത് ഏരിയ 3. ഓക്കെ, അപ്പോൾ ഏരിയ 1 എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയ 1 എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറാണ്. സ്ക്വയറിൻ്റെ ഏരിയ നമുക്കറിയാം എന്താണ്? a² ആണല്ലേ? 300 ഇൻറ്റു 300. 3 ഇൻറ്റു 3 9. എത്ര സീറോസ് ഇടുക? 4 സീറോസ് ഇടുക. 3 mm². ഓക്കെ, ദെൻ
ഏരിയ 2 കണ്ടുപിടിക്കുമ്പോഴോ ഏരിയ 2 എന്ന് പറയുന്നത് ഒരു ക്വാഡ്രൻ്റ് ആണല്ലേ. ക്വാഡ്രൻ്റ് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? സർക്കിളിൻ്റെ 4/1 πr²/4. പൈ ഇൻറ്റു ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 200 ആണല്ലേ. 200² ഡിവൈഡഡ് ബൈ 4. പൈയുടെ വാല്യൂ 3.14. 200 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. ഇനി എത്ര സീറോസ് കൊടുക്കുക? 4 സീറോസ് കൊടുക്കുക. ഇവിടെ 4 ഇടുക. ഈ 4ഉം 4ഉം കൂടെ ക്യാൻസലായി 1. അപ്പോൾ എന്തായി? 314 ഇൻറ്റു 4 സീറോസ്. 3.14 ഇൻറ്റു 2 സീറോ ചെയ്തപ്പോൾ എന്തായി? 314 ആയി. പിന്നെ 2 സീറോയുടെ ആഡ് ചെയ്യുക. ഇത്രയും mm². അപ്പോൾ ഏരിയ 2 ആയി. ശരിയല്ലേ? ഇപ്പോൾ ഏരിയ 2 ആയി. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏരിയ 3 ആണ്. ഏരിയ 3 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? ഏരിയ 1ൽ നിന്ന് ഏരിയ 2 കുറച്ചാൽ പോരെ. ഏരിയ 1 എത്രയായിരുന്നു? 9000 മൈനസ് 31400 അല്ലേ. 90,000 മൈനസ് 31400. നമുക്ക് നമ്മുടെ ആൻസർ എത്ര വരുന്നു? 58600 mm² എന്ന് പറഞ്ഞ് വരുന്നു. 58600. ഓപ്ഷൻ നമ്പർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ? ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് മുതൽ ഇതുവരെയാണ് 50 എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ എത്ര തന്നെയായിരിക്കും? 50 ആയിരിക്കും. ഇത് മുതൽ ഇതുവരെയും 50 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എത്രയായി? 100 ഇത് 50 ഓക്കെ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1. ഇത് മൊത്തത്തിൽ ഏരിയ 1. ഓക്കെ. ഇതിനകത്ത് കിടക്കുന്ന ഈ സെമി സർക്കിളിൻ്റെ ഏരിയ 2. ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ 3. ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ഇത് മൊത്തം വരും. അതിൽ നിന്ന് സെമി സർക്കിളിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും. അപ്പോൾ നമുക്ക് ഏരിയ 1 ആയിട്ടുള്ള റെക്റ്റാങ്കിൾ എത്രയാണെന്ന് നോക്കാം. എന്താണ്? 100 ഇൻറ്റു 50. 530. ഇത്രയും mm². ശരിയല്ലേ? ഇനി ഏരിയ 2 എന്താണെന്ന് നോക്കാം. ഏരിയ 2 എന്ന് പറയുന്നത് ഒരു സെമി സർക്കിളാണ്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ πr². സെമി സർക്കിൾ ആയതുകൊണ്ട് അതിൻ്റെ പകുതി. ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 3.14 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 50 ആണ്. 50² ഡിവൈഡഡ് ബൈ 2. ഓക്കെ. അപ്പോൾ നമുക്ക് എത്ര വരുന്നു? 50² എന്ന് പറയുമ്പോൾ എത്രയാണ്? 50². 3.14 ഇൻറ്റു 2500 ഡിവൈഡഡ് ബൈ 2. ഇതല്ലേ? അതായത് 7850 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. 3925. ഓക്കെ. നമുക്ക് എന്താ വേണ്ടത്? ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആണ്. അതായത് ഏരിയ 3 ആണ് നമുക്ക് വേണ്ടത്. സോ ഏരിയ 3 ഈസ് ഈക്വൽ ടു ഏരിയ 1 മൈനസ് ഏരിയ 2. ഏരിയ 1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? 5000 മൈനസ് 3925. സോ ദ ആൻസർ ഈസ് 1075 mm². 1075 mm². ഓപ്ഷൻ നമ്പർ ഡി. അപ്പോൾ നമ്മുടെ മോഡ്യൂൾ 3 4 പാർട്ടായിട്ടാണ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. ഏരിയ ഓഫ് കട്ടൗട്ട് റെഗുലർ സർഫസിൻ്റെ ആൻഡ് ഇറഗുലർ സർഫസ്. അപ്പോൾ 4 പാർട്ടാണ്. ഓക്കെ. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക.